JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. ഓഗസ്റ്റ് 17 നടന്ന കൊല്ലം, കണ്ണൂർ ജില്ലകളിലേക്കുള്ള LD ക്ലർക്ക് പരീക്ഷ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗാർത്ഥികളുടെ അഭിപ്രായം, ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ ഫോണിൽ വിളിക്കുകയുണ്ടായി. അവര് പൊതുവെ പറഞ്ഞത് നെഗറ്റീവ് മാർക്കിന് സാധ്യതയുള്ള ക്വസ്റ്റ്യനുകളാണ് കൂടുതൽ വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ കണ്ടാൽ വളരെ എളുപ്പം തോന്നും, പക്ഷേ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അത് നെഗറ്റീവ് വരാനുള്ള സാധ്യത ഏറെയാണ് എന്ന് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്ന് അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ധാരാളം ഉദ്യോഗാർത്ഥികൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ അധികം ചോദ്യങ്ങൾ, അതായത് ഭരണഘടന, സാമ്പത്തിക ശാസ്ത്രം, അതുപോലെ തന്നെ ചരിത്രം, അതിങ്ങനെയുള്ള ഭാഗത്തു നിന്ന് ധാരാളം സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ കുട്ടികളെ, ഉദ്യോഗാർത്ഥികളെ കുഴപ്പത്തിലാക്കി. ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെയധികം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒരു ആശയക്കുഴപ്പത്തിന് ഇടയാക്കി എന്നുള്ളതാണ് അവരുടെ അഭിപ്രായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരു ചോദ്യത്തിന് 21ാമത്തെ ചോദ്യമാണ്. അത് എന്താണ്, അതിന്റെ ഓപ്ഷനിൽ ശരിയുത്തരം നൽകിയിട്ടില്ല എന്നുള്ളത് ഒരു ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ആശങ്ക പെട്ടെന്ന് തന്നെ ഉണ്ടായി. കാരണം വെച്ചാൽ കുറച്ച് സമയം അതിനു വേണ്ടിയിട്ട് അവർ ചെലവാക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വരെ ഉണ്ടായ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുപോലെ തന്നെ മലയാളവും ഇംഗ്ലീഷും ഒഴികെയുള്ള ഭാഗങ്ങളിലൊക്കെ ശരാശരിക്കാരെ കുഴപ്പിച്ചു എന്നുള്ളതാണ് പൊതുവെയുള്ള ഉദ്യോഗാർത്ഥികളുടെ അഭിപ്രായം. എന്നാൽ ഇംഗ്ലീഷിലെ ഒരു ചോദ്യത്തിന് ചോദ്യം നമ്പർ 81 അതിന് 2 ശരിയുത്തരം നൽകിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? അത് പല ഉദ്യോഗാർത്ഥികളും അങ്ങനെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ നിന്ന് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു 5 ചോദ്യങ്ങൾ വേറിട്ട രീതിയിൽ ചോദിച്ചു എന്നുള്ളതാണ് ഈ ചോദ്യപേപ്പറിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. പാഠപുസ്തകത്തിൽ നിന്ന് ഒതുങ്ങി നിന്നുള്ള ഒരു ചോദ്യമായിരുന്നു മൊത്തത്തില് ഈ പ്രാവശ്യത്തെ ക്ലർക്ക് പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ചോദ്യങ്ങൾ പാഠപുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് ഒതുങ്ങി പഠിച്ച ആ ഒരു ഒതുങ്ങി നിന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ എളുപ്പത്തില് ക്വസ്റ്റ്യനുകൾ കൈകാര്യം ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ശരാശരിയുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എന്നോട് വിളിച്ചു പറഞ്ഞ ഉദ്യോഗാർത്ഥികളുടെ മാർക്ക് ഒരു നോക്കുമ്പോൾ അവർക്കെല്ലാം തന്നെ 50-ന് മുകളിൽ മാർക്കാണ് അവരെല്ലാവരും പറയുന്നത്. അതുകൊണ്ട് എൻ്റെ ഒരു വിലയിരുത്തൽ അനുസരിച്ച് 50-നും 60-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരുമെന്നുള്ളതാണ് ഒരു പ്രതീക്ഷ. കാരണം ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിച്ചു, അവർക്കെല്ലാം തന്നെ 50-ന് മുകളിൽ മാർക്കുണ്ട്. എന്നാൽ ആവറേജ് എടുക്കുമ്പോൾ 50-നും 60-നും ഇടയ്ക്കാണ് ഓരോരുത്തരുടെയും മാർക്കും. അപ്പോൾ പ്രതീക്ഷിത കട്ട് ഓഫ് മാർക്ക്, എക്സ്പെക്ട് ചെയ്യുന്ന കട്ട് ഓഫ് മാർക്ക് 50-നും 60-നും ഇടയ്ക്ക് വരാനാണ് സാധ്യത എന്നാണ് ഒരു വിലയിരുത്തൽ. അതുപോലെ തന്നെ ചരിത്രം, ഭരണഘടന, സാമ്പത്തിക ശാസ്ത്രം എന്നിവയിലെ പ്രസ്താവന ചോദ്യങ്ങളാണ് കൂടുതലായിട്ട് അതിൽ നിന്ന് വന്നതും ഉദ്യോഗാർത്ഥികളെ കുഴപ്പത്തിലാക്കി എന്നുള്ളത് അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അത് ഉത്തരം എഴുതിയില്ലെങ്കിൽ ആലോചിച്ച് സമയം കളയാനും ഇടവരുത്തുകയും, അതുപോലെ തന്നെ അവസാന സമയങ്ങളിൽ കൂടുതൽ ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിച്ചതിന്റെ ഫലമായിട്ട് കുറെ ഉദ്യോഗാർത്ഥികൾക്ക് നെഗറ്റീവ് മാർക്ക് വരുത്തി വെക്കാനും ഇടയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഗണിതത്തെ സംബന്ധിച്ചിടത്തോളം അത് ചില ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളാണ് കൂടുതലും വന്നിട്ടുള്ളത്. അതായത് ഈ കോണളവ്, വൃത്തസ്തൂപികയുടെ വ്യാപ്തം, ശ്രേണിയിലെ പദങ്ങളുടെ തുക എന്നിവയൊക്കെ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ മുൻ പരീക്ഷകളിലെ ചോദ്യങ്ങൾ പരിശീലിച്ചവർക്കും ഇത് ഗുണകരമായി മാറാനുമുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഗണിത ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൊതുവായിട്ടുള്ള അഭിപ്രായങ്ങൾ ആണ് നമ്മൾ ഓഗസ്റ്റ് 17-ാം തീയതി നടന്ന പരീക്ഷയിലെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ ശരാശരിക്കാർക്ക് സംബന്ധിച്ചിടത്തോളം അവർക്ക് 50-ന് മുകളിലൊക്കെ നേടാനുള്ള സാധ്യതകൾ ഏറെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഓഗസ്റ്റ് 17-ന് കണ്ണൂർ, കൊല്ലം ജില്ലകളിലെ നടന്ന LD ക്ലർക്ക് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും
ചലഞ്ചിങ് ഉണ്ടെങ്കിൽ, ചലഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ, ക്വസ്റ്റ്യനുകൾ ചലഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പി എസ് സിയിലേക്ക് ചലഞ്ച് ചെയ്യാവുന്നതാണ്. അനുസരിച്ച് ഫൈനൽ ആൻസർ കീ വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് മാറ്റങ്ങൾ വരുത്തുന്നതാണ്. പ്രൊവിഷണൽ ആൻസർ കീ വന്നു കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ കീയിൽ പ്രൊവിഷണൽ ആൻസർ കീ വരുന്നതിന് ശേഷം നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കീയിൽ അത് ചേഞ്ച് ചെയ്ത് ഇടുന്നതായിരിക്കും. അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് അതിനുള്ള അവസരങ്ങളുമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.